ഹേ ഓൾ CMF ബഡ്സ് ഞാനിത് വാങ്ങിച്ചിട്ട് ഒരു 1 ഇയർ ആയി. വാങ്ങിച്ച സമയത്തൊക്കെ 1-2 ഇഷ്യൂസൊക്കെ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോയിസ് കോൾ മേക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ iOS ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ. പക്ഷെ 1-2 അപ്ഡേറ്റ് വന്നതിന് ശേഷം യാതൊരു പ്രശ്നമില്ല. എല്ലാ പ്രശ്നവും അവർ തന്നെ സോൾവ് ചെയ്തു. ഇപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടും അന്ന് കിട്ടുന്ന ആ ഒരു ബാറ്ററി ബാക്കപ്പ്, അന്ന് കിട്ടുന്ന ആ ഒരു മ്യൂസിക് ക്വാളിറ്റി, അന്ന് കിട്ടുന്ന ആ ഒരു ANC ക്വാളിറ്റി എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 1800 രൂപ അല്ലെങ്കിൽ ഒരു 1700 രൂപ സ്പെൻഡ് ചെയ്തിട്ട് നല്ലൊരു ഹെഡ്ഫോൺ വേണം, അത് നിങ്ങളുടെ കൂടെ കുറേ കാലം നിൽക്കണം. അഥവാ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിലും നിങ്ങൾക്കത് കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് അതൊന്ന് ശരിയാക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും അടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണത്. കഴിഞ്ഞ ഒരു 1 ഇയറിൽ വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഞാനിത് യൂസ് ചെയ്തിരുന്നിട്ടുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടും ഈ ഒരു സെയിം മോഡൽ ഓർഡർ ചെയ്തു. അവൻ ഓർഡർ ചെയ്തത് 1600 രൂപയ്ക്കാണ്. മിന്ത്രയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങളിതൊരു 2000 രൂപ സ്പെൻഡ് ചെയ്ത് വാങ്ങിക്കണമെന്ന് ഞാൻ പറയൂല. കാരണം ഓഫർ ടൈമിൽ ഇത് എപ്പോഴും ഒരു 1600-1700 രൂപയ്ക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് കാണും. ആ ഒരു ടൈം നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാനിത് വാങ്ങിച്ച സമയത്ത് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഹിഞ്ച് വളരെ ചെറിയ ഹിഞ്ചസ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ കാണുന്നത് പോലെയല്ല, നല്ല സ്ട്രോങ് ആണ്. ഈ ഒരു 1 ഇയർ ആയിട്ടും അന്ന് വാങ്ങിച്ച സമയത്ത് ചെറിയൊരു വബ്ലിംഗ് ഉണ്ട്, നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ. അതിപ്പോഴും ഉണ്ട്. അല്ലാതെ അതിൽ കൂടുതലായിട്ട് ഇളകിപ്പോവുക, അടയാതിരിക്കുക, തുറക്കുമ്പോൾ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഓൾറൗണ്ടറാണ്. കാരണം നമ്മളൊരു ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഇതിൽ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോണും ലാപ്ടോപ്പും മറ്റേ ടൈം കണക്ട് ചെയ്ത് വെക്കണമെങ്കിൽ അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും. കണക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. നമ്മൾ ഒരു തവണ പെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണക്ട് ആകും. അത് iOS ആണെങ്കിലും ശരി, ആൻഡ്രോയിഡ് ആണെങ്കിലും ശരി. ആൻഡ്രോയിഡിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കണക്ട് ആവുന്നുണ്ട് iOSനേക്കാളും. എപ്പോഴെങ്കിലും ഫ്രണ്ട്സ് എല്ലാം എന്നോട് സജഷൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു ഹെഡ്ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ആപ്പും കൂടെ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന്. റിവ്യൂസ് നോക്കിയാൽ മതി. അപ്പം ആപ്പ് വെറുതെ ആപ്പ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ ആപ്പിൽ കൂടെ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആപ്പായിരിക്കണം. നെത്തിങ്ങിനും CMFനുമായിട്ട് ഇപ്പം ഒരുപാട് മോഡൽസ് ഉണ്ട്. അവരുടെ എല്ലാ മോഡൽസും കണക്ട് ചെയ്യുന്നത് നെത്തിങ് എക്സ് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള ആപ്പ് തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള UI ആയാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ആപ്പ് ഇല്ലാതെയും ഇത് യൂസ് ചെയ്യാം. ഫേംവെയർ അപ്ഡേഷനും അധികം സെറ്റിങ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ആപ്പ്. ഇതിൽ അവർ കൊടുത്ത കുറച്ച് പ്രീ സെറ്റിങ്സ് ആയിട്ടുള്ള ഈക്വലൈസേഴ്സ് ഉണ്ട്. ഇനി നമുക്കതല്ല കസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്കതും ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ ഡിറാക്കിൻ്റെ ആണ് ചൂസ് ചെയ്യുന്നത്. അതിലാണ് എനിക്ക് ബെറ്റർ ക്വാളിറ്റി കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒരുപാട് സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, പിന്നെ ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡ്, പിന്നെ ജസ്റ്റ് ഹോൾഡ്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് പ്ലേയും പോസും അതുപോലെ തന്നെ നെക്സ്റ്റ് പ്ലേ അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റ്, വോളിയം കൺട്രോൾ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ വോളിയം കൺട്രോളിന് യൂസ് ചെയ്യുന്നത് ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ആണ്. ഒരു സൈഡിലുള്ളത് വോളിയം അപ്പ് ചെയ്യാനും മറ്റേ സൈഡിലുള്ളത് വോളിയം ഡൗൺ ചെയ്യാനും. ഇൻ ഇയർ ഡിറ്റക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെവിയിൽ നിന്ന് ഹെഡ്ഫോൺ എടുക്കുന്ന സമയത്ത് പ്ലേ പോസ് ആവാനും അതുപോലെ തന്നെ ചെവിയിലേക്ക് വെക്കുന്ന സമയത്ത് പോസ് വീണ്ടും പ്ലേ ആവുകയും ചെയ്യും. ANC എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റൂമിലാണെങ്കിൽ AC-യുടെ സൗണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കട്ടാവും. പക്ഷേ നല്ലൊരു ടേബിൾ ഫാനോ സീലിംഗ് ഫാനോ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും കട്ടാവില്ല, എന്നാലും മോഡറേറ്റ് അതും കട്ടായിട്ട് കിട്ടും. പിന്നെ നമുക്ക് അറ്റ് എ ടൈമിൽ 2 ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഡ്യുവൽ കണക്ഷൻ ഓൺ ചെയ്ത് വെക്കണം. ഡ്യുവൽ കണക്ഷൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ അകത്താണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഫൈൻഡ് മൈ ഇയർബഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എവിടെയെങ്കിലും വെച്ചിട്ട് മറന്നു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സൗണ്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ് അത്. ഈ ഒരു 1 ഇയർ ഞാനിത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്നോട് ഒരാൾ ഒരു ഹെഡ്ഫോണിന് സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു മോഡൽ തന്നെയായിരിക്കും അവർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് പേഴ്സണലി ചെവിയിലൊരു ഹെഡ്ഫോൺ വെക്കുന്ന സമയത്ത് അത് ഒരുപാട് ബൾക്കി ആയിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. ഇപ്പോൾ ചില മോഡൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും, ബോട്ടിൻ്റെ ഒക്കെ ഒരുപാട് ബൾക്കി ആയിട്ട് റൗണ്ട് എഡ്ജായിട്ട് പുറത്തോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ചെവിയിൽ വളരെ സ്ലീക്കായിട്ട് നിൽക്കുന്നൊരു മോഡലാണ്. ഈ ഒരു 1 ഇയർ യൂസേജിൽ ഞാൻ എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഹെഡ്ഫോണിൻ്റെ കാര്യത്തിൽ.